1000 ചോദ്യങ്ങൾ ഒരു ഉത്തരം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാം, അതിനുശേഷം അതിൻ്റെ ഉത്തരവും പറയാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങൾ ഏത് എന്നുള്ളതാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങൾ ഏത് എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ ഒരു 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യൻ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഒന്നാമത്തെ ഘട്ടത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 4 ഘട്ടങ്ങൾ? ഇത് എങ്ങനെ നമുക്ക് ഓരോ ഘട്ടങ്ങളിലേക്കും കടക്കാം എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. 4 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം സ്കേഴ്സിറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം ക്ലാരിറ്റി എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം മാസ്റ്ററി എന്നുള്ളതാണ്. നാലാമത്തെ ഘട്ടം ലിബേർട്ടി എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള സ്കേഴ്സിറ്റിയിലാണ് നമ്മുടെ മലയാളികളിൽ 95% പേരും കുടുങ്ങിക്കിടക്കുന്നത്. ആ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവരാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നതെങ്കിൽ, മറ്റുള്ളവർ പറയുന്നതാണ് നമ്മളുടെ അറിവായിട്ട് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുവാനോ നമുക്ക് സ്വന്തമായിട്ടോ പ്രവർത്തിക്കുവാനോ കഴിവില്ല എങ്കിൽ അതിന് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള ക്ലാരിറ്റി, അതായത് സ്കേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു ബോധോദയം ഉണ്ടായ ശേഷം ആ ജീവിതത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് കടക്കുന്നത്. അത് മലയാളികളിൽ 4% പേര് മാത്രമേ കടക്കുകയുള്ളൂ. ക്ലാരിറ്റി എന്ന് പറയുന്ന രണ്ടാം സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ജീവിതത്തിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നു, നമുക്കെന്താ ഒരു ബോധോദയം ഉണ്ടാകുന്നു. ആ ബോധോദയത്തിൽ നിന്ന് നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത സ്റ്റേജിലോട്ട് കടക്കുവാനായിട്ടുള്ള ത്വര ഉണ്ടാകുന്നു. ആ സ്റ്റേജ് ലോകത്തിലെ അല്ലെങ്കിൽ മലയാളികളിൽ 1% പേര് മാത്രം കടക്കുന്നൊരു സ്റ്റേജാണ്. അതിന് നമ്മൾ മാസ്റ്ററി എന്ന് പറയും. ഈ സ്കേഴ്സിറ്റി സ്റ്റേജിൽ നിന്ന് രണ്ടാമത്തെ ക്ലാരിറ്റി സ്റ്റേജിൽ നിന്നും അവിടെ നിന്ന് മാസ്റ്ററി സ്റ്റേജിലേക്കും കടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് അവിടെ നിന്ന് നാലാമതൊരു സ്റ്റേജിലേക്ക് കടക്കുവാനുള്ള അവസരം കൂടെ ഉണ്ട്. അതായത് മാസ്റ്ററി സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ജീവിതത്തിൽ അയാൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് അയാൾ ഒരു മാസ്റ്റർ ആവുകയാണ്. അയാളെ തോൽപ്പിക്കുവാനായിട്ട് മറ്റാർക്കും കഴിയുകയില്ല. അയാൾ അതിലൊരു മാസ്റ്ററാണ്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ലിബേർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് മാസ്റ്ററിൽ നിന്ന് ലിബേർട്ടി എന്ന് പറയുന്ന നാലാമതൊരു സ്റ്റേജിലോട്ട് അയാൾ അച്ചീവ് ചെയ്തെടുക്കും. അത് മലയാളികളിൽ 0.01% ആൾക്കാർ മാത്രം അച്ചീവ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാണ്, 4 സ്റ്റേജസ് ആണ് ഒരു മനുഷ്യൻ്റെ ലൈഫിലുള്ളത്. അതിൽ 95% പേരും ആദ്യത്തെ സ്റ്റേജായ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലേവറി കാറ്റഗറി അല്ലെങ്കിൽ മൈൻഡ് സെറ്റിലാണ് കിടക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മോചിതനാവുന്ന ഒരു ക്ലാരിറ്റി എന്ന് പറയുന്ന അതായത് ലൈഫിനെ കുറിച്ച് കുറച്ച് ബോധോദയം ഉണ്ടാകുന്നു. അവിടെ നിന്ന് അവർ മാസ്റ്ററി എന്ന് പറയുന്ന മൂന്നാമത്തെ ഘട്ടത്തിലോട്ട് കിടക്കുന്നു. അത് 1% പേരും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ലിബേർട്ടി അല്ലെങ്കിൽ 0.1%, അതായത് പരിപൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. ഈ പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിലോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പീസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് എത്തിച്ചേരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൻ്റെ 4 ലെവലുകൾ ഏതാണ്? അതായത് ഒരു മനുഷ്യൻ്റെ ബോധോദയത്തിൻ്റെ 4 ലെവലുകൾ. അപ്പോൾ എന്താണ് ബോധോദയം എന്ന് പറയുന്നത്? ഒരു മനുഷ്യനെന്ന് പറയുന്നത്, അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബോധമാണ്. നമ്മൾ ശരീരം അല്ല, നമ്മൾ ആത്മാവല്ല, നമ്മൾ എന്താണ് ചിന്തകളല്ല, നമ്മൾ ബോധം എന്ന് പറയും. അതാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് 4 ഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യന് വേണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവലിലൂടെ വേണമെങ്കിൽ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. ആ 4 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ലെവലാണ്. അതായത് മലയാളികളിൽ 95% പേരും ആ ഒരു സീഡ് എന്ന് പറയും. ആ സീഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ്. ആ സീഡിനകത്താണ് അവർ ജീവിതകാലം മുഴുവനും കഴിയുന്നത്. അതിൽ നിന്ന് അവർക്ക് മോചിതനാകുവാനായിട്ട് കഴിയുകയില്ല. അത് അൺകോൺഷ്യസ് ലെവലാണ്. ആ അൺകോൺഷ്യസ് ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കടക്കുന്നതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ്, ബോധോദയം എന്ന് പറയും. അത് മലയാളികളിൽ 4% പേര് മാത്രമേ അത് അച്ചീവ് ചെയ്യത്തുള്ളൂ. ആ ബോധോദയം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സ്ട്രഗിളിംഗ് സ്റ്റേജാണ്. ആ 95 എന്ന് പറയുന്ന അവിടെ നിന്ന് ആ 4%ലോട്ട് എത്തുക എന്ന് പറയുന്നത് സ്ട്രഗിളിംഗ് സ്റ്റേജ്, ഒരു കെയോ സ്റ്റേജാണ്. അത് ഒരുപാട് വായനയിലൂടെയും മെൻറ്റർഷിപ്പിലൂടെയും അത് എന്താണ് കൂടുതലായിട്ട് ഡീപ്പ് തിങ്കിങ്ങിലൂടെയും അല്ലെങ്കിൽ ഫസ്റ്റ് തിങ്കിങ് പ്രിൻസിപ്പിളിലൂടെയും അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിലൂടെ ഇങ്ങനെയൊക്കെയാണ് അവർ ആ സ്റ്റേജിൽ കടക്കുന്നത്.
അത് കഴിഞ്ഞ് എത്തുന്ന ഒരു മൂന്നാമത്തെ സ്റ്റേജ്, അതായത് 4% വരുന്ന മലയാളികളിൽ 1% വീണ്ടും എത്തുന്നത് സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു സ്റ്റേജിലാണ്. സൂപ്പർ കോൺഷ്യസ്, അത് കുറച്ച് ബോധോദയം അവർക്ക് കൂടുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി, അവരുടെ ലൈഫിനെ കുറിച്ചിട്ട് ക്ലാരിറ്റി അവർക്ക് ഉണ്ടാകുന്നു. ആ ലൈഫ് അവരാണ്, അതായത് ലൈഫിൻ്റെ കൺട്രോൾ അവർ ഏറ്റെടുക്കുന്ന ഒരു സ്റ്റേജിലോട്ട് അവർ കടക്കുന്നു. അതും കഴിഞ്ഞിട്ട് നാലാമതൊരു സ്റ്റേജ് ഉണ്ട്, കോസ്മിക് കോൺഷ്യസ്. അതായത് ഞാനും ദൈവവും ഒന്നാണെന്നുള്ളൊരു ബോധോദയം ഉണ്ടാകും. അത് ദൈവം എൻ്റെ ഉള്ളിലാണെന്നും ഞാൻ ദൈവത്തിൻ്റെ ഉള്ളിലാണെന്നുള്ളതും ഞാനും എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ബോധോദയം, അതൊരു കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞ് വളരെ കുറച്ച് പേര് മാത്രം അച്ചീവ് ചെയ്യുന്നൊരു സ്റ്റേജാണ് കോസ്മിക് കോൺഷ്യസ്നെസ്. ഇത് നമുക്ക് ഈ 4 സ്റ്റേജിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ അതിനു വേണ്ടിയ ഗൈഡൻസ്, അതിനു വേണ്ടിയ ട്രെയിനിങ്, അതിനു വേണ്ടിയ കോച്ചിങ്, മെൻറ്ററിങ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? അൺകോൺഷ്യസ് ലെവലിൽ നിന്ന് കോൺഷ്യസ് ലെവലിലേക്കും, അവിടെ നിന്ന് സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്കും, അവിടെ നിന്ന് കോസ്മിക് കോൺഷ്യസ് ലെവലിലേക്കും എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ 4 കറൻസീസ് എന്താണെന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫിൻ്റെ 4 കറൻസീസ് ഏതൊക്കെയാണ്? അതായത് അതിനൊരു ഷോർട്ടായിട്ടുള്ളൊരു ഷോർട്ട് വേർഡ് ഞാൻ പറഞ്ഞു വരാം. അതിൻ്റെ ടീം എന്ന് വേണമെങ്കിൽ പറയാം. TEAM. എന്താണ് ഈ ടീം എന്ന് പറയുന്നത്? T ഫോർ ടൈം, E ഫോർ എനർജി, A ഫോർ അറ്റൻഷൻ ആൻഡ് M ഫോർ മണി. അതായത് ടൈം, എനർജി, അറ്റൻഷൻ ആൻഡ് മണി. ഇതിൽ നമുക്ക് ഏതാണോ നമ്മുടെ കയ്യിൽ ഉള്ളത്, ഏതാണോ നമുക്ക് വേണ്ടത്, ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് വാങ്ങിക്കുവാനായിട്ട് കഴിയും. അതായത് 4 കറൻസീസ് ടീം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ടൈം, നമുക്ക് നമ്മുടെ സമയം കൊടുത്ത് നമുക്ക് എനർജി മേടിക്കാം. നമുക്ക് നമ്മുടെ എനർജി കൊടുത്തിട്ട് മറ്റുള്ളവരുടെ സമയം മേടിക്കാം. നമുക്ക് എന്താണ് ലാക്ക് ചെയ്യുന്നത്? മണിയാണ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ടൈമും എനർജിയും കൊടുത്തിട്ട് നമുക്ക് മണി നമുക്ക് നേടുവാനായിട്ട് കഴിയും. അതായത് സോഷ്യൽ മീഡിയ എന്താണ് ചെയ്യുന്നത്? അവർ നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുവാണ്. നമ്മുടെ അറ്റൻഷൻ അവർക്ക് വേണം. അതിനുവേണ്ടി അവരെന്താ ചെയ്യുന്നത്? നമുക്ക് ഫ്രീ ആയിട്ട് കോണ്ടന്റുകൾ നമുക്ക് തരിക. നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി അവർ ഡെവലപ്പ് ചെയ്ത് തന്ന ശേഷം അവരെന്താണ് നമ്മുടെ അറ്റൻഷൻ അവരിലേക്ക് ആകർഷിച്ച ശേഷം അവർ സമ്പത്തുണ്ടാക്കുന്നത്. അതായത് അവർ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും അറ്റൻഷനും നമ്മളിൽ നിന്ന് അവർ നേടിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സമ്പത്ത് അവരുണ്ടാക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്താണോ കുറവുള്ളത്, നമുക്ക് എന്താണോ ഉള്ളത്, ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് വേണ്ടത് പണമാണെങ്കിൽ നമുക്ക് നമ്മുടെ സമയം കൊടുത്തുകൊണ്ട് നമുക്ക് പണം എക്സ്ചേഞ്ച് ചെയ്ത് മറ്റുള്ളവരെ വാങ്ങിക്കാം. നമുക്ക് എനർജിയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സമയം നമുക്ക് വാങ്ങിക്കുവാനായിട്ട് കഴിയും, എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. നമുക്ക് സമ്പത്താണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എനർജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് സമ്പത്ത് നേടാം. ഇനി നമ്മുടെ സമ്പത്തുണ്ട്, നമുക്ക് മറ്റുള്ളവരുടെ ടൈമും എനർജിയാണ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് മണി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ അറ്റൻഷനും ടൈമും എനർജിയും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ലീഡ്സ് ലഭിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സെയിൽസിൽ നമുക്ക് ലീഡ്സ്, ഓഫ്ലൈൻ ലീഡ്സോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ലീഡ്സോ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ TEA എന്ന് പറയും. അതായത് T ഫോർ തോട്ട്, E ഫോർ ഇമോഷൻ ആൻഡ് A ഫോർ ആക്ഷൻ. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ 3 ഘട്ടങ്ങളിലൂടെയാണ് ഒരു പ്രവർത്തനത്തിലെത്തുന്നത്. അതായത് ആദ്യം അയാളുടെ ചിന്ത, തോട്ട് എന്ന് പറയും. ആ ചിന്ത എന്ന് പറയുന്നത് ആ ചിന്തയിൽ നിന്നൊരു ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഇമോഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റേജായിട്ടുള്ള ആക്ഷൻ എടുപ്പിക്കുന്നത്. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ചിന്തകൾ ഒരു വികാരമല്ല, ഇമോഷൻ. ആ ഇമോഷനിൽ നിന്ന് എന്താണ് ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആക്ഷനിലോട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് സെയിൽസിൽ ലീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, നമുക്ക് തോട്ട് ആദ്യമേ ആ കസ്റ്റമറെ തോട്ടുമായിട്ട് കണക്ട് ചെയ്യുക. ആ തോട്ടിൽ നിന്ന് അവരൊരു നല്ലൊരു ഇമോഷണലുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ആ കണക്ഷനിൽ നിന്ന് അവരൊരു ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ സർവീസോ നമ്മുടെ പ്രോഡക്റ്റോ നമുക്ക് വിൽക്കുവാനായിട്ട് കഴിയുന്നു. അപ്പം മറക്കാതിരിക്കുക, ലീഡ്സ് ലഭിക്കുവാനായിട്ട് TEA എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട്, ഇമോഷൻ ആൻഡ് ആക്ഷൻ. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞത് എന്താണ് 5 തരത്തിലുള്ള വെൽത്ത്, 5 തരത്തിലുള്ള സമ്പത്ത് എന്താണെന്നുള്ളതാണ്. 5 തരത്തിലുള്ള സമ്പത്ത്. അതായത് ലോകത്തിൽ 5 തരത്തിലുള്ള സമ്പത്തുണ്ട്. ഈ സമ്പത്ത് നമുക്ക് ഈ 5 തരം സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഏറ്റവും അധികം സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് 5 സമ്പത്ത് എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമയമാണ്, ടൈം വെൽത്ത് എന്ന് പറയും. രണ്ടാമത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽത്ത്. മൂന്നാമത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മെൻ്റൽ വെൽത്ത്. നാലാമത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ വെൽത്ത്. അഞ്ചാമത്തെ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ വെൽത്ത്. അതായത് ടൈം, സോഷ്യൽ, മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ വെൽത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് സന്തോഷവും സമാധാനവും അയാളെ സംബന്ധിച്ച് ഒരു പീസായിട്ടുള്ള മൈൻഡും അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്
വാട്ട് ആർ ദ 4 സ്റ്റേജസ് ഓഫ് സക്സസ് എന്നുള്ളതാണ്. അതായത് ജീവിത വിജയത്തിൻ്റെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിത വിജയം നേടിയെടുക്കുവാനായിട്ട് കഴിയും. എന്തൊക്കെയാണ് ജീവിത വിജയത്തിൻ്റെ ഈ 4 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ്. അതായത് സക്സസ്സിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് ഒരിക്കലും അത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അടിസ്ഥാന തത്വങ്ങളെ പരിപൂർണമായിട്ട് നമ്മൾ പരിപാലിക്കണം, നമ്മളത് പിന്തുടരണം. ആ പ്രിൻസിപ്പിൾസിന് ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ജീവിതത്തിൽ കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൗ ദ പ്രിൻസിപ്പിൾസ് വർക്ക്സ്. അതായത് ഈ പ്രിൻസിപ്പിൾസ്, ഈ അടിസ്ഥാന തത്വങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കണം. നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിച്ചു, അത് നമ്മൾ അതിനകത്തൊരു വിട്ടുവീഴ്ചയും നമ്മൾ കൊടുക്കരുത്, അത് ഫോളോ ചെയ്യണം. സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതായത് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു, ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഇൻ പ്രാക്ടീസ് എന്നുള്ളതാണ്. അതായത് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് അല്ലെ തത്വങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മുടെ തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ പ്രിൻസിപ്പിൾസ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ബോധ്യപ്പെടും. അതിനുശേഷം നാലാമത്തെ സ്റ്റേജ് എന്താണ്? നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സേഫ് ഗാർഡ് ദ പ്രിൻസിപ്പിൾസ്. അതായത് നമ്മൾ ഈ പറയുന്ന അടിസ്ഥാന തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നു, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഈ പ്രിൻസിപ്പിൾസിനകത്ത് അത് ഒരിക്കലും നശിച്ചു പോകാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ നിത്യ കാവൽക്കാരായി മാറുന്നു. അതായത് ഒന്നാമത്തെ സ്റ്റേജ് പ്രിൻസിപ്പിൾസ് ആണ്, എങ്ങനെ പ്രവർത്തിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നു. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രിൻസിപ്പിൾസിൻ്റെ കാവൽ മാലാഖമാരായി മാറുന്നു. ഇതാണ് സക്സസിൻ്റെ 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെയാണോ? ശരിക്കും ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമ പോലെയാണ്. അതിനൊരു ഫസ്റ്റ് ഹാഫ് ഉണ്ടാവും, അതിനൊരു ഇൻ്റർവൽ ഉണ്ടാവും, അതിനൊരു സെക്കൻഡ് ഹാഫ് ഉണ്ടാവും. പക്ഷേ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ 3 ഘട്ടങ്ങൾ ഉണ്ടാവില്ല. ഫസ്റ്റ് ഹാഫും ഇൻ്റർവലും സെക്കൻഡ് ഹാഫും ഇല്ലാതെ ഫസ്റ്റ് ഹാഫ് മാത്രമേ സാധാരണ ആളുകളുടെ ജീവിതത്തിലുള്ളൂ. ലോകത്തിലെ 95% ജനസംഖ്യയിൽ ഫസ്റ്റ് ഹാഫിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ആ പറയുന്ന 5%, ആ പറയുന്ന 95% ശേഷമുള്ള 5% ആളുകളെ സംബന്ധിച്ച് അവരൊരു കെയോസ് പീരീഡിലേക്ക് പോവുക. എന്താണ് ഈ കെയോസ് എന്ന് പറയുന്നത്? ആ ഒരു ഡാർക്ക് സ്റ്റേജാണ്. അതായത് അവരുടെ ജീവിതത്തിൽ അവർ ലക്ഷ്യം എന്താണോ കാണാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു കൃത്യമായ ഒരു ഉത്തരം ലഭിക്കാതെ അവർ ഒരു കെയോസ് പീരീഡിലേക്ക്, അതായത് ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ്, അത് ഇൻ്റർവൽ എന്ന് പറയും. ആ ഒരു സ്റ്റേജാണ് അവർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. ആ സ്റ്റേജാണ് ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷൻ, അവരുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇൻ്റർവെല്ലാണ്. ആ ഇൻ്റർവെല്ലിന് കഴിഞ്ഞ ശേഷം അവരെ സംബന്ധിച്ച് എന്താണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്. അതായത് ഇൻ്റർവെൽ എന്ന് പറയുന്നത് അവർക്കൊരു നരകതുല്യമായിട്ടുള്ള കാര്യമാണ്. അതൊരു ബിൽഡിംഗ് സ്റ്റേജാണ്. അവർ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു. ആ പ്രയാസഘട്ടം, ആ ചുഴി എന്ന് പറയുന്ന പ്രയാസഘട്ടം കടന്നു കഴിഞ്ഞാൽ അവരെത്തിച്ചേരുന്നത് ആ പറയുന്ന സ്വർഗാവസ്ഥയാണ്, സെക്കൻഡ് സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ലൈഫ് ലോങ് സക്സസ് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫും ഇൻ്റർവെല്ലും സെക്കൻഡ് ഹാഫും 5% താഴെയുള്ള ആളുകളുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ ടു ട്രിക്ക് മായ. അതായത് എങ്ങനെ നമ്മൾ മായ അല്ലെങ്കിൽ ഇലൂഷൻ എന്ന് പറയുന്നതിന് എങ്ങനെ നമുക്ക് ട്രിക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അതായത് മായ അല്ലെങ്കിൽ ഇലൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോൾസ് പെർസ്പെക്റ്റീവ് ഓഫ് റിയാലിറ്റി. അതായത് നമ്മുടെ ചുറ്റും കാണുന്നത് യാഥാർത്ഥ്യമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഇലൂഷൻ അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലൂഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും? മായയെ നമുക്ക് തകർക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ എറ്റേണൽ നൗ. അതായത് ഈ നിമിഷം എന്നുള്ളത്, ഈ നിമിഷമാണ് മികച്ചത്, ഈ നിമിഷം മാത്രമേ ഉള്ളൂ. അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നതൊന്നില്ല.
പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്നതില്ല, അല്ലെങ്കിൽ രാത്രി പകലെന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഈ നിമിഷത്തെ എത്ര കണ്ട് എനിക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നു, ഈ നിമിഷത്തെ എത്ര കണ്ട് എനിക്ക് ആസ്വാദ്യകരമായി മാറ്റുവാൻ കഴിയുന്നു, ഈ നിമിഷത്തെ ഞാൻ എത്ര കണ്ട് സന്തോഷവാനായി ജീവിക്കുന്നു, ഈ നിമിഷത്തിൽ ഞാൻ എത്ര കണ്ട് സമാധാനപ്രദനായിട്ട് ജീവിക്കുന്നു. ഇതാണ് എറ്റേണൽ നൗ. ആ എറ്റേണിറ്റി എന്ന് പറയുന്നത് ഈ നിമിഷമാണ്. ആ എറ്റേണിറ്റി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, അത് നമുക്ക് ജീവിതത്തിൽ പരിപാലിക്കുവാൻ കഴിഞ്ഞാൽ, അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ആ ഫോൾസ് പെർസ്പെക്റ്റീവ് ഓഫ് റിയാലിറ്റി അല്ലെങ്കിൽ മായയെ നമുക്ക് തകർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ലീവ് ഇൻ ദ എറ്റേണൽ നൗ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, സക്സസിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ അടിസ്ഥാന നിയമം എന്താണ്? അതായത് ജീവിത വിജയത്തിന് ഒരൊറ്റ നിയമം മതി. ഈ നിയമം കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് മനുഷ്യനും ജീവിത വിജയം നേടുവാനായിട്ട് കഴിയും. അതിനൊരു ഉത്തരമെന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ലിവിങ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നതാണ് സക്സസിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. നമ്മളതിനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടാലും, നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടാലും, നമ്മൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഫാമിലി, ഏതിനെ നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ പോലും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് സക്സസ്സിലോട്ട് പോകുവാനായിട്ട് കഴിയും. അപ്പം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഓഫ്ലൈൻ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് വിശ്വസിക്കാം, ഓഫ്ലൈൻ കമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഓൺലൈൻ കമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പം ആ കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ ആയി മാറുവാൻ, അല്ലെങ്കിൽ ഒരു ലീഡറായി മാറുവാനായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ വളർത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ എല്ലാമാണ്. ആ കമ്മ്യൂണിറ്റി നമുക്കും തിരിച്ച് അതുപോലെ തന്നെ തരും. നമ്മൾ എന്താണോ യൂണിവേഴ്സിന് കൊടുക്കുന്നത് ആ യൂണിവേഴ്സ് നമുക്ക് അതുപോലെ തരും. അപ്പോൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് എന്താണ് ഒരു സക്സസിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ആ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കുക, ആ കമ്മ്യൂണിറ്റിയെ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിനെ നമ്മൾ എന്ത് വിളിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിനെ നമുക്ക് ഏജ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് 2024 മുതലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ ഏജ്. അതിൻ്റെ പേരാണ് ഏജ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇതിൽ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഈ പറയുന്ന 3 കാര്യങ്ങളോടെ മെർജ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അതായത് ഫിസിക്കലായിട്ടുള്ള നമ്മൾ ബോഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഫിസിക്കൽ ബോഡി കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ 20-ാം നൂറ്റാണ്ട് കൊണ്ട് അവസാനിച്ചു. അതിനുശേഷമുള്ളത് മെൻ്റൽ സ്റ്റേജാണ്. അതായത് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ എപ്രകാരം നമ്മൾ ഗ്രോത്ത് സ്റ്റേജിലോട്ട് എത്തിക്കുന്നു, അത് നമ്മൾ ഏകദേശം അതിൻ്റെയും ഒരു പീക്ക് സ്റ്റേജിലോട്ട് എത്താനായിട്ട് പോവാം. ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയും. അതായത് നമ്മൾ മെൻ്റൽ സ്റ്റേജിൽ നിന്ന് സ്പിരിച്വലായിട്ടുള്ള ആ ഒരു സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫിസിക്കലും മെൻ്റലും അതിന് വലിയ പ്രാധാന്യമില്ല. സ്പിരിച്വാലിറ്റിയും കൂടെ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ സൈക്കോളജിക്കൽ ഫാക്ടറിൽ നിന്ന് ആ പറയുന്ന ആത്മീയതയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പം നമ്മൾ ബോഡി കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ മെൻ്റൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് മൂന്നാമതൊരു കാര്യം കൂടെ സ്പിരിച്വാലിറ്റിയും കൂടെ മെർജ് ചെയ്യുകയാണ്. ആ സ്പിരിച്വാലിറ്റിയും കൂടെ മെർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആ നിത്യതയുടെ അല്ലെങ്കിൽ എന്താ പറയുക ആ ആത്മീയതയുടെ ഏറ്റവും വിശാലമായിട്ടുള്ളൊരു ലെവലിൽ നമ്മൾ എത്തുകയാണ്. ആ ലെവലെന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് മനുഷ്യൻ ദൈവവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേജാണ് ഏജ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. ആ ഏജ് ഓഫ് ഇൻ്റഗ്രേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയതയും കൂടെ മുറുകെ പിടിക്കുക, ഫിസിക്കലും മെൻ്റലും സ്പിരിച്വൽ സ്റ്റേജൂടെ മെർജ് ചെയ്യുന്ന ഒരു ലീഡറായി മാറുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഏജ് ഓഫ് ഇൻ്റഗ്രേഷൻ ഒരു പ്രൊമോട്ടറായി നിങ്ങളും മാറുക. ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുവാനായിട്ട് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുവാനായിട്ട് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അതായത് അടുത്ത 5 വർഷത്തിനുള്ളിൽ ആ 5 വർഷത്തിനുള്ളിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ട എൻ്റെ ഒരു മിഷൻ ഗോളിനെ കുറിച്ച് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് എൻ്റെ ഒരു മിഷൻ ഗോൾ എന്ന് പറയുന്നത് ആ അടുത്ത 5 വർഷം, അതായത് 2030 ലോകത്തിലുള്ള എല്ലാ മലയാളികളും അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന മർമ്മപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന തീരുമാനങ്ങൾ ഞാനുമായിട്ടും കൂടി ആലോചിച്ച് അല്ലെങ്കിൽ എൻ്റെ പങ്കാളിത്തത്തോടു കൂടിയും കൂടി ആലോചിച്ച് അല്ലെങ്കിൽ എൻ്റെ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തിയ ശേഷം മാത്രമേ അവർ അവരുടെ ഫൈനൽ ഡിസിഷനിലോട്ട് അവർ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനൂടെ ചേർന്നാണ് ആ എല്ലാ കുടുംബങ്ങളിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നൊരു പ്രക്രിയയിലോട്ട് കടക്കുന്നത്. ലോകത്തിലുള്ള മലയാളികൾ എടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെയും കൂടെ ഇൻഫ്ലുവൻസിലാണ് തീരുമാനം അവരെടുക്കുന്നത്.
ആ തീരുമാനം എൻ്റെയും കൂടെ ഇൻഫ്ലുവൻസിലല്ല അവരെടുക്കുന്നതെങ്കിൽ എൻ്റെ നന്മ അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷൻ ഗോൾ എന്ന് പറയും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു മിഷൻ ഗോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാം. ഒരു 5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സാന്നിധ്യം ലോക മലയാളികളിലോ അല്ലെങ്കിൽ പറയുന്ന ഇന്ത്യക്കാരിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തിലുള്ള ആളുകളിലോ ഇത്ര ശതമാനം പേരിലേക്ക് എൻ്റെ പ്രോഡക്റ്റോ എൻ്റെ സർവീസോ എൻ്റെ സാന്നിധ്യമോ എത്തിക്കുക, അല്ലെങ്കിൽ എൻ്റെ നന്മ അവരിലേക്ക് കിട്ടുകയില്ല, അല്ലെങ്കിൽ എൻ്റെ നന്മ അവർക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന ആ ഒരു എന്താണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് നമുക്ക് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവരുടെ എല്ലാം ഒരു മെൻഡർ ആകുവാനോ അവരെ എല്ലാം കോച്ച് ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസോ പ്രോഡക്റ്റോ അവരിൽ എത്തിക്കുവാനായിട്ടോ കഴിയും. അതായത് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ബില്ലിനേഴ്സ് ആ ഒരു സ്റ്റേജിൽ എത്തുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം? അതായത് ലോകത്തിലുള്ള ബില്ലിനേഴ്സായിട്ടുള്ള ആളുകൾ ആ ഒരു ലെവലിലോട്ട് എത്തിച്ചേരുവാനായിട്ട് അവർക്ക് സഹായകരമായ കാര്യം എന്ന് പറയുന്നത് അതിലൊരൊറ്റ കാര്യമേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫോക്കസ്. അതായത് ബില്ലിനേഴ്സിനെ അവർ ഈ നിലയിൽ എത്തിച്ചേർത്തിരിക്കുന്നതിന് അതിന് പിന്നിൽ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ആ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് എക്സ്പാൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഫോക്കസ് എന്ന് പറയുന്നത്? ഫോളോ വൺ കോഴ്സ് അണ്ടിൽ സക്സസ്ഫുൾ. അതായത് ഫോക്കസിൻ്റെ എക്സ്പാൻഷനാണ് ഫോളോ വൺ കോഴ്സ് അണ്ടിൽ സക്സസ്ഫുൾ. അതായത് അവർ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത് വരെ ആ ഒരൊറ്റ കാര്യത്തിൽ, ഒരു സർവീസിലോ ഒരു പ്രോഡക്റ്റിലോ ഒരു പെർഫോമൻസിലോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യം മാത്രമാണ് എന്താണ് അവരെ ഇത്രയും വലിയൊരു സക്സസ്ഫുൾ പേഴ്സണാക്കി മാറ്റുന്നത്. അപ്പം നിങ്ങൾക്കും അത് കഴിയണമെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ വൺ തിങ്, വൺ എലിമെൻറ്റ്, വൺ പെർഫോമൻസ് ഓർ എ സർവീസ് ഓർ എ പ്രോഡക്റ്റ്. ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് വീണ്ടും വീണ്ടും അത് സക്സസ് ആകുന്നവരെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതെന്താണ്? ഇൻ ആക്ഷനൂടെ പ്രാവർത്തികമാക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ആരാണ്? ഹൂ ആം ഐ? ഞാൻ ആരാണ്? എന്താണ് അതിനുള്ള ഉത്തരം? അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ശബ്ദം ഉയർത്തുന്നത് അതാണ് നിങ്ങൾ. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ശബ്ദം ഉയർത്തുന്നത് അതാണ് നിങ്ങൾ. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങൾ. റൂമി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അതാണ് നിങ്ങൾ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ശബ്ദം ഉയർത്തുന്നത് ആ ശബ്ദം എന്തിനു വേണ്ടിയാണോ ദാറ്റ് ഈസ് യു. സോ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് കോസിന് വേണ്ടിയാണോ ശബ്ദമുയർത്തുന്നത് ആ കോസാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഹുവാമായി അല്ലെ നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടി അല്ലെ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ശബ്ദമുയർത്തുന്നത് അതാണ് നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ദിസ് ഈസ് ദ ക്ലൂ ഫോർ യു. നിങ്ങൾ എന്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നു അതാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ജീവിതത്തിലേക്കൊരു സക്സസ് മന്ത്ര പറഞ്ഞു തരാൻ കഴിയുമോ? ഈ ഒരു ചോദ്യത്തിന് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നമ്മളെല്ലാ മനുഷ്യരും ഒരു സീഡാണ്. എല്ലാ മനുഷ്യരും ഒരു സീഡാണ്. ആ നമ്മുടെ ഉള്ളിൽ ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ടുള്ളൊരു സ്പാർക്കുണ്ട്. ആ ദൈവത്തിൻ്റെ ഒരു സ്പാർക്ക് നമുക്ക് മാത്രം യുണീക്കായിട്ടുള്ളൊരു വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട്. ആ നമുക്ക് മാത്രം സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മൊണോപ്പോളി, അതായത് നമ്മുടെ ഉള്ളിലുള്ളൊരു കഴിവ്, നമ്മുടെ ഉള്ളിലൊരു സ്കില്ല്, അത് ലോകത്തിൽ നമുക്ക് മാത്രം മൊണോപ്പോളി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ മാത്രമേ അതുള്ളൂ. നമ്മൾ ആ പറയുന്ന ആ ഒരു ബ്ലൂ ഓഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളാണ് അതിൻ്റെ പ്രമോട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ യുണീക്കായിട്ടുള്ളൊരു കഴിവോ ഒരു സ്കില്ലോ നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഒരു യുണീക്ക് എക്സ്പ്രഷനാണ്. അത് പൂവിലും അത് മൃഗങ്ങളിലും അത് മനുഷ്യരിലും അത് പ്ലാന്റിലും എല്ലാം നമ്മൾ ആ കാണുന്ന വൈവിധ്യം, ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മൾ ആ ശരീരത്തിലുള്ള ആ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഗോഡ്സ് എക്സ്പ്രഷൻ ഇൻ ഹ്യൂമൻ ഫോം. അതായത് നമ്മളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. അത് മനുഷ്യൻ്റെ രൂപത്തിലാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്? ഫൈൻഡ് യുവർ യുണീക് സ്പാർക്ക് ആൻഡ് ഫൈൻഡ് വാട്ട് യു ക്യാൻ മോണോപ്പൊളൈസ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് യു ആർ എ ട്രൂ എക്സ്പ്രഷൻ ഓഫ് ഗോഡ് ആൻഡ് ഓൾസോ യു ആർ ഇൻ ഹ്യൂമൻ ഫോം ആസ് ഗോഡ്സ് എക്സ്പ്രഷൻ. അപ്പോൾ ഗോഡ്സ് എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക, യൂണിക് സ്പാർക്ക് കണ്ടുപിടിക്കുക, ലോകത്തിന് നിങ്ങളൊരു മൊണോപോളിയായി മാറുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഇസ് എ കീ ടു ഹെവൻ? സ്വർഗത്തിലേക്കുള്ള താക്കോൽ എന്താണ്? അതിനൊറ്റയൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ആ സ്വർഗത്തിലേക്കുള്ള താക്കോല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ ഒരു പ്രവർത്തനം മാത്രം ചെയ്താൽ മതി. എന്താണ്?
സറണ്ടർ യുവർ സെൽഫ് വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അതായത് സറണ്ടർ യുവർ സെൽഫ് വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. സ്വർഗത്തിൻ്റെ താക്കോൽ അല്ലെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടണമെങ്കിൽ അതിന് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുമായിട്ട് ഒത്തുചേരുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചെടുക്കുക. അത് നിങ്ങളുടെ ആശയങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകളെ ചിന്തിച്ചെടുക്കുക. നല്ല ബോധത്തോടുകൂടി ചിന്തിക്കാൻ കഴിവുള്ള, വിസ്ഡത്തോടു കൂടി ചിന്തിക്കാൻ കഴിവുള്ള, എന്താണ് ഇൻഡ്യൂഷൻ വർക്കൗട്ട് ആക്കാൻ കഴിവുള്ള, ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് ഡെവലപ്പ് ചെയ്ത് ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകൾ, നിങ്ങളെക്കാട്ടി ഉയർന്ന ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. ഇറ്റ്സ് ഓൾ അബൌട്ട് കൊളാബറേഷൻ. കീ ടു ഹെവൻ ഈസ് ഓൾ അബൌട്ട് കൊളാബറേഷൻ, വർക്കിംഗ് ടുഗദർ. ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാർമണി, ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്റ്റഡ്നെസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻ്റർ കണക്റ്റഡ്നെസ്. അതായത് ചേർന്ന് പ്രവർത്തിക്കുക, ഒരു ടീം വർക്കായിട്ട് പ്രവർത്തിക്കുക. ഒറ്റയ്ക്ക് ഇന്ന് പ്രവർത്തിക്കുന്നതല്ല, ടീം വർക്കായിട്ട് ഇന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ സ്വർഗീയ അനുഭവമായി മാറുന്നത്, ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചുറ്റും ബോധോദയമുള്ള, ആ കോൺഷ്യസ് ലെവൽ, ഹയർ കോൺഷ്യസ് ലെവലുള്ള ഒരു കൂട്ടം ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് സ്വർഗീയ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ സ്വർഗീയ അനുഭവം ഉണ്ടാവട്ടെ. നമുക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. മറ്റൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.